ബ്രസീലിന് റൗണ്ട് ഓഫ് 32-ൽ ജപ്പാൻ. സാമുറായികൾ, പടക്കുതിരകൾ. ഞാൻ അവർക്കൊരു പേര് കൊടുക്കുന്നത് സമുറായികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തവർ. അവരൊരു പോരാളികളാണ്. അത് ജപ്പാനീസ് പ്ലേയേഴ്സ് പോരാളികളാണ്. അവർ ആദ്യ വിസിൽ മുതൽ അവസാന വിസിൽ വരെ ഈ ബാറ്ററി ഇട്ട പമ്പരം അല്ലെങ്കിൽ ബാറ്ററി ഇട്ട മെഷീൻസ് പോണ പോലെ ടപ്പ അവർ പോകും. റോബോട്ട് പ്രവർത്തിക്കുന്ന പോലെ അവർ പ്രവർത്തിക്കും. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സമുദായികളുടെ ഒരു ഇത്. പോരാളികളാണ്. ഒരു അവസാന നിമിഷം വരെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് നമ്മൾ കണ്ടത് നമ്മുടെ നെതർലാൻഡായിട്ടുള്ള കളിയിൽ 2-1 പിന്നിൽ പോയിട്ട് പോലും അവരുടെ ഹൈറ്റ് എന്നുള്ള വിഷയത്തെ മറികടന്ന് അവർ 87 മിനിറ്റിലങ്ങോട്ട് അവർ ഹെഡറിലോട്ട് ഗോൾ അടിച്ച് സമനിലയാക്കി. മനസ്സിലാക്കണം അവരുടെ പോരാട്ട വീര്യം. അത് അമ്മാതിരി പോരാട്ട വീര്യം തന്നെയാണ്. ആ പോരാട്ട വീര്യത്തെയാണ് ഇനി ബ്രസീൽ മറികടക്കേണ്ടത്. ബ്രസീൽ ആദ്യം ഫസ്റ്റ് കളിക്കേണ്ട ബ്രസീലല്ല ഇപ്പോൾ എന്നാലോചിക്കണം. ഫസ്റ്റ് മൊറോക്കോയായിട്ട് കളിച്ചപ്പോൾ ബ്രസീൽ എൻ്റെ പൊന്നെ, ഞാൻ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എൻ്റെ പൊന്നെ ഇമാതിരി കളി കളിച്ചപ്പോൾ ഞാനും വിചാരിച്ചത് അധിക ദൂരത്തിൽ പോവില്ല. നമ്മൾ ബ്രസീലിൻ്റെ ഒരു മിനിമം ഗ്യാരണ്ടി പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിനേക്കാൾ വളരെ മോശം പെർഫോമൻസ്. പക്ഷെ രക്ഷപ്പെട്ട് ഒന്നും സമനില നേടിയതാണ്. പിന്നെ ഹെയ്റ്റിക്കെതിരെ മോശമില്ലാതെ കാഴ്ചവെച്ചു. സ്കോട്ട്ലൻഡിൽ ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. നെയ്മർ ജൂനിയർ ടീമിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ എന്താ നെയ്മർ ജൂനിയർ സേവനം ആദ്യ മിനിറ്റ് മുതൽ കിട്ടുമോ അതോ സബ് ആയിട്ട് കിട്ടുമോ എന്നറിയില്ല. ഇനി നെയ്മർ ജൂനിയർ ടീമിലേക്ക് എത്തിയതിൻ്റെ ഒരു ഓറ അതെന്തായാലും അടുത്ത കളിയിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ വിനീഷ്യസ് ഫോമാണ്, മത്യാസ് കുന്ന ഫോമാണ്. പിന്നെ നമ്മുടെ റാഫിനെ പരിക്ക് പറ്റി റാഫിനയുടെ പകരം വന്ന റയാൻ അതിനൊക്കെ വലിയ ഫോമിലാണ് നിൽക്കുന്നു. ഗോൾ അടിച്ചില്ലെങ്കിലും റയാൻ്റെ പ്രസ്സിങ്ങും ബോള് ഡിഫൻഡർമാരിൽ നിന്ന് കൈക്കലാക്കാനുള്ളൊരു പ്രസ്സൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. മധ്യനിരയിൽ പക്വിറ്റ ഉണ്ട്, കസിമറോ ഉണ്ട്, ബ്രൂണോജി ഉണ്ട്. അവരൊക്കെ അവരുടെ രീതിയിൽ ഭംഗിയായിട്ട് കളിക്കുന്നു. അപ്പോൾ നെയ്മറിനെ ആദ്യം മുതൽ ഇറക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ നെയ്മറിൻ്റെ പകരം നെയ്മറിനെ ഇറക്കുമ്പോൾ പക്വറ്റയെ പിന്നിലിരുത്താനാണ് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ കസമിറോനെയോ ബ്രൂണോ ഗൊമേറസിനെ ഒരിക്കലും പിന്നിലേക്ക് ഇരുത്തരുത്. അവരെന്നെ ബെഞ്ചിൽ ഇരുത്തരുത്. കാരണം ഡിഫൻസിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വളരെ വലിയ 2 ആണിക്കല്ലുകളാണ് ബ്രൂണോ ഗൊമേറസും കാസിമറോയും. ഈ ബ്രൂണോ ഗൊമേറസും കാസിമറോയും ഒന്നും കൂടി ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് വരുമ്പോൾ അവർ ഡിഫൻസ് നല്ലോണം അവർ കവർ ചെയ്യും. ഇപ്പോൾ ജപ്പാൻകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാഞ്ഞു വരുന്ന യന്ത്രങ്ങളാണ്. ആ യന്ത്രങ്ങൾക്ക് മുന്നിൽ ഈ 4 ഡിഫൻസീവ് മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ ലെവലിൽ ഡിഫൻസിനെ കവർ ചെയ്യാവുന്ന ലെവലിൽ ബ്രൂണോ ഗൊമേറസും പിന്നെ കാസിമറോയും ആ ലെവലിൽ കവർ ചെയ്തേ പറ്റും. അപ്പോൾ അവർ അറ്റാക്കിങ്ങിൽ ഈവൻ മറ്റുള്ള കളിക്കാർ ഇപ്പോൾ ഹെയ്റ്റി ആണെങ്കിലും സ്കോട്ട്ലൻഡിൻ്റെ കളിയാണെങ്കിൽ പോലും ബ്രൂണോ ഗൊമേറസൊക്കെ അറ്റാക്കിങ്ങിൽ വളരെ സഹായിച്ചിരുന്നു. പക്ഷേ ജപ്പാനെതിരെ കളിയിൽ അങ്ങനെ അറ്റാക്കിങ്ങിൽ കൂടുതലായിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫൻസ് പാടി കഴിഞ്ഞാൽ ജപ്പാൻ കയറാറുണ്ട്. അങ്ങനത്തെ സ്വഭാവമുണ്ട് ജപ്പാനുണ്ട്. അത് കാരണം കൊണ്ട് അവരെന്തായാലും ഡിഫൻസിൽ ഒന്നുകൂടി ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നെയ്മറിന് ഇറക്കുകയാണെങ്കിൽ നെയ്മറിന് ഒരു പ്ലേ മേക്കർ എന്ന ലെവലിൽ അവിടെ തുടങ്ങാൻ പറ്റും. സെൻട്രൽ മിഡ്ഫീൽഡർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, പ്ലേ മേക്കർ എന്ന ലെവലിൽ നെയ്മറിനെ തിളങ്ങാൻ പറ്റും. അപ്പോൾ ഒരു സൈഡ് വിനീഷ്യസും ലെഫ്റ്റ് സൈഡ് വിനീഷ്യസും റൈറ്റ് സൈഡ് റയാനും. ഇപ്പോൾ റാഫിൻ അല്ലെങ്കിൽ റയാൻ. പിന്നെ മത്യാസ് കുൻഹ വേണമെങ്കിൽ സെൻട്രലിൽ കളിപ്പിക്കാം. മത്യാസ് കുൻഹയുടെ പിന്നിൽ ഒരു പ്ലേ മേക്കർ എന്ന ലെവലിൽ നെയ്മറിനെ ഇറക്കി കഴിഞ്ഞാണല്ലോ ആ ഫ്രണ്ട് ലൈൻ സ്ട്രക്ചർ ഓക്കെയാണ്. പിന്നെ വരുന്ന അടിച്ചാർത്തി വരുന്ന ജപ്പാനീസ് സുനാമികളെ തടയിടാനും തകർക്കാനും വേണ്ടിയിട്ട് വൻമതിലായിട്ട് 4 ഡിഫൻഡേഴ്സും അവർ കവർ ചെയ്യാനായിട്ട് 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്. അങ്ങനെ ആകുമ്പോൾ ബ്രസീൽ ടീം സുസജ്ജമാണ്. ഏത് വമ്പൻ ടീമിനായാലും ഒന്ന് മുട്ടി നിൽക്കാൻ പറ്റിയൊരു ടീമും ലൈനപ്പും കോൺഫിഡൻസും ബ്രസീലിനുണ്ട്. എന്തായാലും ഡോൺ കാർലോ വെറുതെ ഇരിക്കില്ല. ഡോൺ കാർലോ എന്തായാലും ജപ്പാനെ പഠിച്ചിട്ട് അതിനനുസരിച്ചുള്ള ടീം തന്നെയാവും ഇറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വലിയൊരു ചേഞ്ചസ് ഉണ്ടാവില്ലെങ്കിലും മോശമില്ലാത്ത രീതിയിൽ പഠിച്ചിട്ട് തന്നെയായിരിക്കും ഡോൺ കാർലോ ടീമിൽ ഇറക്കാൻ പോകുന്നത്.